കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. കളക്ടർ അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി സമൂഹമാധ്യമങ്ങൾ. ടോൾ പിരിവ് വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നും വിമർശനം. ചികിത്സാ പിഴവ് മൂലം കണ്ണ് നഷ്ടപ്പെട്ട സനൂപിനെ ചികിത്സയ്ക്കായി കോവൈ അരവിന്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താൽക്കാലികമായി സനൂപിന് 2 കൃത്രിമ കണ്ണുകൾ വെച്ചു. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ കമലക്കെട്ടി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യ നിക്ഷേപം രൂക്ഷമായതിനെ തുടർന്നാണ് കോടശ്ശേരി പഞ്ചായത്ത് അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വെങ്ങണിശ്ശേരിയിൽ തെങ്ങ് കയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്നും വീണ് മരിച്ചു. കല്ലൂരിൽ മരം മുറിക്കുന്നതിനിടെ വീണ് തൊഴിലാളിക്ക് ദാരുണമാണ്. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. അർജുൻ പാണ്ഡ്യൻ പുതിയ കളക്ടർക്ക് ചുമതല കൈമാറി. അർജുൻ പാണ്ഡ്യനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയ ഒഴിവിലാണ് ശിഖ സുരേന്ദ്രനെ കളക്ടറായി നിയോഗിച്ചിരിക്കുന്നത്. ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി നേരത്തെ തൃശൂരിൽ ശിഖ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂരിൽ കളക്ടറായി ചുമതലയേൽക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. തൃശ്ശൂരിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള പോസ്റ്റിംഗാണിത്. സന്തോഷം. നല്ല സ്ഥലമാണ്, നല്ല ആളുകളാണ്, ഒത്തിരി വികസന സാധ്യതകളുള്ളതും നിലവിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നതുമായ. ഇപ്പോൾ എൻ്റെ പ്രീഡിസിസറായിട്ടുള്ള അർജുൻ സാർ വളരെ മികച്ച രീതിയിൽ ജില്ലയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഇനി മുൻഗണനാ രീതിയിൽ എനിക്ക് ചെയ്യാനുള്ള ആദ്യം വരുന്ന 2 കാര്യങ്ങൾ ഇലക്ഷൻ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം നല്ല ഭംഗിയായ രീതിയിൽ നടത്തുക എന്നുള്ളതായിരിക്കും. എല്ലാവരും ഭംഗിയായിട്ട് അവരുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ കൃഷ്ണ തേജ് സാറിൻ്റെ ഒപ്പം ഒരു പൂരം ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിരുന്നപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ വർഷത്തെ പൂരം നല്ല ഭംഗിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തനിക്ക് ജില്ല നൽകിയ പിന്തുണ ഏറെയാണെന്ന് സ്ഥാനമൊഴിഞ്ഞ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. 2024 ജൂലൈയിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഏകദേശം 1 വർഷം 7 മാസമായി. ഈ ഒരു കാലയളവിൽ മികച്ചതായിട്ടുള്ളൊരു സഹകരണവും സ്നേഹവും എല്ലാം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടി. ആദ്യമായി തന്നെ അതിന് വളരെ വലിയ നന്ദിയും ഒരുപാട് കടപ്പാടുമാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായിട്ടുള്ളവർ വരെ ആ ഒരു സ്നേഹം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് മിസ്സാവും. ഷിഖയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുള്ളതാണ്. തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി സമൂഹമാധ്യമങ്ങൾ. ടോൾ പിരിവ് വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നും വിമർശനം. തൃശൂർ കളക്ടറായി ചുമതലയേറ്റ് 2 വർഷം തികയും മുമ്പാണ് അർജുൻ പാണ്ഡ്യനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം. കളക്ടർക്ക് നൽകിയത് സ്ഥലം മാറ്റമല്ല, പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന കൂട്ടവിമർശനം. മികച്ച കളക്ടർ എന്ന പുരസ്കാര നേട്ടത്തിന് പിന്നാലെയാണ് അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയത്. ടോൾ പിരിവ് വിഷയത്തിൽ ടോൾ കമ്പനിക്കെതിരെ കർശന നിലപാടെടുത്ത വ്യക്തിയാണ് അർജുൻ പാണ്ഡ്യൻ. ടോൾ പിരിവ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടലിന് വഴങ്ങാതിരുന്നതോ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ചതോ ആണ് സ്ഥലമാറ്റത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആരോപിച്ചു. TCV തൃശൂർ. ചികിത്സാ പിഴവ് മൂലം കണ്ണ് നഷ്ടപ്പെട്ട സനൂപിനെ ചികിത്സയ്ക്കായി കോവൈ അരവിന്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താൽക്കാലികമായി സനൂപിന് 2 കൃത്രിമ കണ്ണുകൾ വെച്ചു. നിലവിൽ സ്മാർട്ട് കണ്ണട വെക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകുന്നത്. ചികിത്സയ്ക്കായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP-യാണ് 1 ലക്ഷം രൂപ നൽകി സഹായിച്ചത്. 2023-ലാണ് കാൽമുട്ട് വേദനയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സനൂപിന് ചികിത്സാ പിഴവ് മൂലം കാഴ്ച നഷ്ടപ്പെട്ടത്. മാലിന്യ നിക്ഷേപം അടക്കമുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ കമലക്കെട്ടി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കമലക്കെട്ടി തേക്ക് തോട്ടത്തിലെ വിജന പ്രദേശത്തൂടെയാണ് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള റോഡ് കടന്നുപോകുന്നത്. BMBC നിലവാരത്തിൽ നവീകരിച്ച ഈ റോഡിലെ കമലക്കെട്ടി ഭാഗത്ത് വർഷങ്ങളായുള്ള മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് ദുരിതമാണ്. വിജനമായ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കാനെത്തുന്നവരെ കണ്ടെത്തുന്നതിനായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന് വെള്ളിക്കുളങ്ങരയിലെ പ്രകൃതി
സംരക്ഷണ സമിതി, സേവ്സ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങിയ സംഘടനകൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. കോടശ്ശേരി പഞ്ചായത്ത് അധികൃതരാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. വെങ്ങണശ്ശേരിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്നും വീണു മരിച്ചു. വെങ്ങണശ്ശേരി കളപ്പുരപ്പറമ്പിൽ 55 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. മെഷീൻ ഉപയോഗിച്ച് തെങ്ങ് കയറുന്നതിനിടെ താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കല്ലൂരിൽ മരം മുറിക്കുന്നതിനിടെ വീണ് തൊഴിലാളി മരിച്ചു. കല്ലൂർ പാറക്കാട് വാഴക്കാല വീട്ടിൽ ബെന്നിയുടെ മകൻ മെൽവിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. കല്ലൂർ നായരങ്ങാടിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മെൽവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം മങ്ങാട് പുളിഞ്ചോട് പനമരത്തിന്റെ മുകളിൽ കുഴഞ്ഞിരുന്നയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കൊപ്പം സ്വദേശി വടക്കേതിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് റോപ്പ് ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ കണക്ട് ആൻഡ് വിൻ സമ്മാന പദ്ധതിയുടെ ആദ്യ സംസ്ഥാനതല വിജയികൾക്കുള്ള സമ്മാനങ്ങൾ തൃശൂരിൽ വിതരണം ചെയ്തു. തൃശൂർ കേരള വിഷന്റെ ആസ്ഥാനമായ പൂത്തോൾ TCV ടവറിൽ നടന്ന ചടങ്ങ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സമ്മാന പദ്ധതിയിലെ ഇലക്ട്രിക് സ്കൂട്ടറിന് തൃശൂരിലെ ഒപ്റ്റിക് ബ്രോഡ്ബാൻഡിന്റെ ഉപഭോക്താവായ തൃശൂർ മാക്സ് ഗീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് സ്ഥാപന ഡയറക്ടർ പറപ്പൂർ സ്വദേശി ഗിൽബർട്ട് അർഹനായി. നമ്മളൊരു മാസം മുന്നെയാണ് നമ്മൾ കേരള വിഷനായിട്ടുള്ള ഒരു കണക്ഷൻ റിക്വയർമെന്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കണക്ഷൻ വെച്ച് നമുക്ക് വിതിൻ 1 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ കണക്ഷന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. നമ്മളൊരു 1 ഇയർ സബ്സ്ക്രിപ്ഷൻ തന്നെ കേരള വിഷനായിട്ട് കണക്ട് ചെയ്തെടുത്തിരുന്നു. കണക്ട് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. വിതിൻ 1 മന്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് അടിച്ചെന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു കോളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹാപ്പിയാണ്. നമുക്ക് കേരള വിഷന്റെ ഫസ്റ്റത്തെ പ്രൈസും ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വെരി ഹാപ്പി. ഇതുവരെയുള്ള എൻ്റെ എല്ലാ സർവീസിന്റെ കാര്യങ്ങളും കേരള വിഷൻ വളരെ മികച്ചതാണ്. പ്ലാൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു നല്ല പ്ലാൻസ് ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി ഞാൻ കേരള വിഷൻ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. അന്നമനടയിലെ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർ ജിജോ ജോസഫിന്റെ ഉപഭോക്താവായ KC തോമസിനാണ് TV ലഭിച്ചത്. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CG ജോസ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു എന്നിവർ സംസാരിച്ചു. COA തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ തയ്യാറാക്കിയ പ്രദീപ് കുമാറിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. തൃശൂർ ഒപ്റ്റിക് ബ്രോഡ്ബാൻഡ് ചെയർമാൻ PV ജോഷി, മാനേജിംഗ് പാർട്ണർ പോൾ ജേക്കബ്, ഓപ്പറേറ്റർമാർ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ കണക്ട് ആൻഡ് വിന്നിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 100 ഇലക്ട്രിക് സ്കൂട്ടറുകളും 200 സ്മാർട്ട് TVകളും കൂടാതെ ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാറുമാണ് നൽകുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിലൂടെ 2 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആയുർവേദ ദർശനത്തിന്റെ കൃത്യമായ സൂചികകൾ ആത്മസമർപ്പണത്തിന്റെ അടയാളപ്പെടുത്തലോടെ സേവന മനോഭാവത്തിന്റെ ചിന്ത പകർന്ന് പുതിയ തലമുറയെ ശരിയാം വിധം സാമൂഹികാവബോധത്തോടെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധേയമായ ഇടപെടലാണ് വൈദ്യരത്നം ആയുർവേദ കോളേജ് നടത്തുന്നതെന്ന് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശം പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP അഞ്ജു വായിച്ചു. വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ച ഓൺലൈനായി സന്ദേശം നൽകി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, ആയുർവേദ മെഡിക്കൽ മിഷൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ TD ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെയും അധ്യാപക അനധ്യാപകരെയും മുൻ പ്രിൻസിപ്പൽമാരെയും ചടങ്ങിൽ ആദരിച്ചു.
കോളേജിന്റെ വികസനത്തിനും നവീകരണത്തിനും കൂടുതൽ ആധുനിക ഉപകരണങ്ങൾക്കുമായി മുൻകാലത്തേതുപോലെ അതിനേക്കാൾ കുറച്ചു കൂടുതലായോ ഇനിയും സർക്കാരിന്റെ സഹായങ്ങൾ ഉണ്ടാകും എന്ന് ആരോഗ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഞാനും പങ്കെടുത്ത യോഗത്തിൽ ധനകാര്യമന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. കോളേജിലെ അനധ്യാപക തസ്തികകൾ വർദ്ധിപ്പിക്കാനും ഒഴിവുകൾ സമയബന്ധിതമായി പുലർത്താനും ഉൾപ്പെടെ നിരന്തരമായി കോളേജിന്റെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും ഒരു എയ്ഡഡ് സ്ഥാപനത്തിന്റെ എല്ലാ പരിമിതികൾക്കും അകത്തു നിന്നുകൊണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ട സേവനങ്ങളും പ്രത്യേകിച്ച് MD കോഴ്സ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കും വേണ്ടി തുടർച്ചയായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് എന്നുള്ളതും പ്രത്യേക പരാമർശത്തിന് വിധേയം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമസഹവാസ ക്യാമ്പിന് വെങ്കിടങ്ങിൽ തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജെസി റാഫേൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹബീബ്, പ്രൊഫസർ ഡോക്ടർ MJ മേഴ്സിക്കുട്ടി, ഡോക്ടർ മണി ചെല്ലപ്പൻ, ഡോക്ടർ A പാർവതി, മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CR രാഗേഷ്, വെങ്കിടങ്ങ് കൃഷി ഓഫീസർ ഡോക്ടർ നീതു B നായർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാട് മേഖലയിൽ ആശങ്കയ്ക്കിടയാക്കുന്നു. ചാവക്കാട് മേഖലയിലെ നിരവധി ആളുകൾ ഗൾഫ് നാടുകളിൽ തൊഴിൽപരമായും ബിസിനസ് പരമായും കഴിയുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഉണ്ടായ ആക്രമണത്തിൽ തൃശൂർ സ്വദേശിക്ക് പരിക്ക് പറ്റിയ വാർത്ത അറിഞ്ഞതോടെ ആശങ്ക വർദ്ധിച്ചു. ഗൾഫ് മേഖലയിലെ അശാന്തി പ്രവാസികളുടെ വീടുകളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രവാസി വ്യവസായി KK ഹംസക്കുട്ടി പറഞ്ഞു. നമ്മുടെ പ്രദേശം പ്രവാസികൾ സമ്പന്നമായ പ്രദേശമാണ് ചാവക്കാട് പ്രദേശം. അവിടെ ഉള്ള ഏറെക്കുറെ ആളുകളൊക്കെ വളരെ വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തു നിന്നും UAE-യിലും അതുപോലെ തന്നെ ഖത്തറിലും സൗദിയിലുമൊക്കെയുള്ള കുടുംബങ്ങൾ ഏറെ പരിഭ്രാന്തരായാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പ്രയാസങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്നത്. എല്ലാ വീടുകളിൽ നിന്നും പ്രവാസികളായ സുഹൃത്തുക്കളും സഹോദരന്മാരുമുള്ള പ്രദേശമാണ് ചാവക്കാട് പ്രദേശം. നേരത്തെ തന്നെ മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രദേശം ഇപ്പോഴും ആ ഗൾഫിൻ്റെ ആ പ്രതാപത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുള്ള നിറയെ ആളുകളുള്ള പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഗൾഫിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ചലനവുമൊക്കെ അത് പ്രതിഫലിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ യുദ്ധഭീഷണിയും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുമൊക്കെ വളരെ വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത്. മേഖലയിൽ ഭൂരിഭാഗം പേരും ഗൾഫ് പണത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഗൾഫ് സംഘർഷം മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പ്രവാസിയായ അബ്ദുൾ ഖാദർ പറഞ്ഞു. ഈ റംസാന്റെ മാസത്തില് ഇത്തരം ഒരു ആപത്ത്, ഒരു പ്രതിസന്ധി യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടായപ്പോ വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്, ഇവിടുത്തെ നാട്ടുകാർ. കാരണം ഇവിടെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗൾഫിനെയാണ്. ഈ ഗൾഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ നിന്നുള്ള വരുമാനം മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ന് പറയുമ്പോൾ സക്കാത്ത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് റംസാനിൽ എന്തെങ്കിലും കിട്ടും, കയ്യിൽ റംസാനിൽ എന്തെങ്കിലും ഫണ്ട് വരും. അപ്പോൾ കച്ചവടക്കാരും പ്രതീക്ഷിക്കുന്നത് റംസാന്റെ ഒരു കച്ചവടമുണ്ട്, ഒരു ഡ്രസ്സ് കടക്കാരായാലും പിന്നെ ഈ അരി ബിസിനസ് ആയാലും സക്കാത്ത് കൊടുക്കുന്ന ഫിത്തറിന്റെ അരി എല്ലാത്തിലേക്കും ഇതൊരു ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. അപ്പോ ഞാൻ സത്യത്തിൽ കുട്ടനെല്ലൂർ ജംഗ്ഷനിലെ കുരുക്കഴിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൌൺസിലർമാരായ പ്രവീൺ ലാൽ, ഹരീഷ് മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യാപാര, വ്യവസായ മേഖലകളിലുള്ളവരും റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കോർപ്പറേഷനോടും ബന്ധപ്പെട്ട വകുപ്പുകളോടും കൂടി ആലോചിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുമെന്ന് കൌൺസിലർ പ്രവീൺ ലാൽ പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയായത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂരിന്റെ ഈ വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമായി. മഴ മൂലം മാറ്റിവെച്ച വെടിക്കെട്ട് പ്രേമികൾക്ക് കണ്ണിനും കാതിനും വിരുന്നൊരുക്കി കുമരനെല്ലൂർ ക്ഷേത്രത്തിൽ മിനി പൂരം ഒരുക്കിയിരുന്നു. ചുടുവാലത്തൂർ സന്തോഷും സംഘവും നേതൃത്വം നൽകിയ തായമ്പകയും നടന്നു. ദേശം ഭാരവാഹികളായ AK സതീഷ് കുമാർ, ബാലകൃഷ്ണൻ കൊളഞ്ചേരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ KSRTC ഡിപ്പോയിലേക്ക് പുതിയ ബസ്സുകൾ അനുവദിക്കുമെന്ന് VR സുനിൽകുമാർ MLA പറഞ്ഞു. കോയമ്പത്തൂരിലേക്കുള്ള സർവീസിനായി കൊടുങ്ങല്ലൂരിന് പുതിയതായി അനുവദിച്ച K-Swift ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. VK ഷെല്ലിമോൻ, PA അനസ് എന്നിവർ വാഹനത്തിന്റെ താക്കോലും ETM-ഉം ഏറ്റുവാങ്ങി. ഇൻസ്പെക്ടർ ഇൻചാർജ് PA ദിലീപ് കുമാർ, സ്റ്റാൻഡിംഗ് കൌൺസിൽ അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു. ദിവസവും രാവിലെ 10:30 കൊടുങ്ങല്ലൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പുറപ്പെടുന്ന ബസ് രാത്രി 9:30 കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങുക. കുന്നംകുളം നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ 206.68 കോടി രൂപ വരവും 199.60 കോടി രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തെ മാതൃകാ സംരംഭക നഗരമായി മാറ്റുക എന്നതാണ് ബജറ്റിലെ പ്രധാന ലക്ഷ്യം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തി. വ്യാപാരികളെയും വ്യവസായികളെയും ഏകോപിപ്പിക്കാൻ സിറ്റി ബിസിനസ് കൌൺസിൽ രൂപീകരിക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര സംരംഭക സംഗമവും ആധുനിക ബിസിനസ് കേന്ദ്രവും സ്ഥാപിക്കും. മാലിന്യ സംസ്കരണത്തിന് മുൻഗണന നൽകുന്ന ബജറ്റിൽ ദ്രവമാലിന്യ സംസ്കരണത്തിന് 14.4 കോടി രൂപയും ഖരമാലിന്യ സംസ്കരണത്തിനായി 5 കോടി രൂപയും വകയിരുത്തി. ബജറ്റ് ചർച്ച ചൊവ്വാഴ്ച നടക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മണ്ണുത്തിയിൽ നടക്കുന്ന ജില്ലാതല ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് മഡ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ഫാം തൊഴിലാളികളും മത്സരത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത്, ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫാം ഫെസ്റ്റ് ചൊവ്വാഴ്ച സമാപിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവ പ്രസാദഊട്ടിന് ആവശ്യമായ വിഭവങ്ങൾ സമർപ്പിക്കാൻ ഭക്തർക്കും അവസരം. ഇതിനായി ദേവസ്വം കിഴക്കേനടയിൽ ക്ഷേത്രം മതിലിന് സമീപം 3 ഉരുളികൾ സ്ഥാപിച്ചു. ഭക്തർക്ക് ഇതിൽ വിഭവങ്ങൾ സമർപ്പിക്കാനാകും. പ്രസാദഊട്ടിന് ആവശ്യമായ വിഭവങ്ങൾ ദേവസ്വം കരാർ അടിസ്ഥാനത്തിൽ വാങ്ങാറാണ് പതിവ്. ഭക്തരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് ഭക്തർക്കും വിഭവങ്ങൾ സമർപ്പിക്കാൻ ദേവസ്വം അവസരമൊരുക്കുകയായിരുന്നു. ഇടിച്ചക്കയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് പ്രസാദഊട്ടിന് വേണ്ടിവരുന്നത്. ദേവസ്വം പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതോടെ വിഭവങ്ങൾ സമർപ്പിക്കാൻ ഭക്തരുടെ തിരക്കാണ്. അംഗീകാരങ്ങളുടെ നിറവിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും പ്രാവർത്തികമാക്കിയാണ് ഈ സർക്കാർ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചത്. വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ തൃശൂർ ജില്ലയിലെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക NA വിനീത മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡിനും അർഹയായി. തൊഴിൽ പരിശീലനവും അതുവഴിയുള്ള സാമൂഹിക സേവനവും കഴിഞ്ഞ 3 വർഷമായി NSSന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിവരുന്നു. പലഹാര നിർമ്മാണം, വിൽപ്പന, ജലപരിശോധന, തയ്യൽ പരിശീലനം, വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന, നെൽകൃഷി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജലപരിശോധന നടത്തിയതിന് ഹരിത കേരള മിഷന്റെ ആദരവ് സ്കൂളിന് ലഭിച്ചു. വീട്ടിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവരുന്ന പലഹാരങ്ങൾ സ്കൂളിൽ സ്നാക്സ് പാർലറിൽ കച്ചവടം നടത്തുകയും അതിൽ നിന്നും കിട്ടിയ പണം ഉപയോഗിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് NSS നടത്തുന്നതെന്ന് പ്രിൻസിപ്പാൾ V സ്മിത പറഞ്ഞു. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം കൂടി നൽകുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ NSS യൂണിറ്റിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച NSS യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. NSS പ്രോഗ്രാം ഓഫീസറായി ചാർജ് എടുത്ത വിനീത ടീച്ചർ സ്കൂളിലേക്കായി 3 തയ്യൽ മെഷീൻ വാങ്ങുകയും കുട്ടികൾക്ക് തയ്യൽ പരിശീലനം നൽകുകയും ചെയ്യുന്നു. ദേശീയ പതാകകൾ, ശിശുദിനത്തിൽ ചാച്ചാജി ജുബ്ബകൾ, വയോമന്ദിരത്തിലെ അമ്മമാർക്ക് മാക്സികൾ എന്നിവ തയ്ച്ചു നൽകിയത് ശ്രദ്ധ നേടിയിരുന്നു. ഈ അവാർഡ് എന്ന് പറഞ്ഞാല് ശരിക്കും ഇതൊരു ടീം വർക്കിന്റെ അവാർഡാണ്. എനിക്ക് എന്ത് ആശയങ്ങൾ തോന്നിയാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അവര് കൂടെ നിൽക്കാറുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ നല്ലൊരു എനർജി അതിന്ന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടാണ് ഇതിന്റെ കടപ്പാടുള്ളത്. അത് കഴിഞ്ഞാൽ PTA, എന്തിനും ഏതിനും PTA, SMC, OS എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ കുട്ടികളും ആയാലും എന്ത് പണി പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ ജനപ്രതിനിധികള് അവരും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ജൈവ നെൽകൃഷിയായിരുന്നു.
ജൈവ അരി വിപണിയിലിറക്കുകയും വിറ്റ് കിട്ടിയ 25,000 രൂപ NSS വയനാട് ഭവന നിർമ്മാണത്തിലേക്ക് നൽകുകയും ചെയ്തു. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരെയും കൊണ്ട് നടത്തിയ ഉല്ലാസയാത്ര വൃക്കരോഗിക്ക് 42,000 രൂപ പിരിച്ചെടുത്ത് ചികിത്സാ സഹായമായി നൽകിയതുൾപ്പെടെ ഒട്ടനവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് NSSന്റെ നേതൃത്വത്തിൽ മരത്തങ്കോട് സ്കൂൾ നടത്തിയിട്ടുള്ളത്. TCV എരുമപ്പെട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സാ സഹായത്തിനായി ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബക്കറ്റ് പിരിവ് നടത്തി ലഭിച്ച തുക ആരോഗ്യമന്ത്രിക്ക് മണി ഓർഡറായി അയച്ചുകൊടുത്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അകാരണമായി കേസെടുത്തതിനെതിരായിരുന്നു ബക്കറ്റ് പിരിവ് നടത്തിയത്. സിജോ ജോർജ്, MM ഉണ്ണികൃഷ്ണൻ, CK വിനോദ്, വിദ്യ രമേശ്, KR സിദ്ധാർത്ഥൻ, സുജിത് കുമാർ, കുട്ടികൃഷ്ണൻ നടുവിൽ, ബൈജു, സുജിത് തേറമ്പത്ത്, സന്ദീപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഭവന നിർമ്മാണത്തിനും ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനും മുൻഗണന നൽകി മുല്ലശ്ശേരി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 25,54,200 രൂപ വരവും 23,08,27,000 രൂപ ചിലവും 8,61,050 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് KV ഷിജു അവതരിപ്പിച്ചത്. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് 1,86,00,000 രൂപയും ഭവന നിർമ്മാണത്തിന് 1,23,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. 8.80 കോടി രൂപ ഉപയോഗിച്ചാണ് ബസ് സ്റ്റാൻഡും അനുബന്ധ കെട്ടിടവും നിർമ്മിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP സോമൻ അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്തിലെ കാര സ്റ്റേഡിയം ബുധനാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യും. കായിക പ്രേമികൾ ഉൾക്കൊള്ളുന്ന ജനകീയ കമ്മിറ്റിക്കായിരിക്കും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ചുമതലയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ പറഞ്ഞു. മാള ചക്കാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല സമർപ്പണം ശ്രദ്ധേയമായി. തെണ്ടുവഴിപാട് സമർപ്പണത്തിനായി നിരവധി പേരാണ് എത്തിയത്. തുടർന്ന് നടതുറപ്പിന്റെ ഭാഗമായി ആചാരപ്രകാരം നടത്തിയ ചക്രം കല്ലിലുള്ള കാവും കളവും നടന്നു. ആചാരപ്രകാരം മുടിയാട്ടവും ഉണ്ടായി. ആധുനിക സംവിധാനങ്ങളോട് കൂടിയ പോളി ഡെന്റൽ ക്ലിനിക്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, രസോജ ഹരിദാസ്, ലത ഉണ്ണികൃഷ്ണൻ, KK ഹാഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്മാപ്പിള്ളി വടക്കുമുറി തെക്കിനിയടത്ത് ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. ശീവേലി എഴുന്നള്ളിപ്പിൽ വേളുപറമ്പിൽ കേശവൻ ദേവിയുടെ തിടമ്പേറ്റി. പെരുവനം ശങ്കരനാരായണൻ മേളത്തിന് പ്രമാണിത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി വേണു, ക്ഷേത്ര മേൽശാന്തി രാജീവ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എളവള്ളി പറക്കാട് ചേലൂർകുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി നടന്ന പൂരാഘോഷം വർണ്ണാഭമായി. 5 ഗജവീരന്മാർ പൂരം എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. കൊമ്പൻ പാക്കത്ത് ശ്വരിക്കുട്ടൻ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് പല്ലാവൂർ ശ്രീധരൻമാരാർ, പരക്കാട് മഹേശ്വരൻ, പരക്കാട് മഹേന്ദ്രൻ എന്നിവരും മേളത്തിന് പെരുവനം കുട്ടന്മാരാരും നേതൃത്വം നൽകി. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എത്തിയ നാടൻ കലാരൂപങ്ങളും കാവടിയാട്ടവും വാദ്യമേളങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടി.
അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുന്നംകുളം ബദനി കോളേജിലെ വനിതാ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും. ഞായറാഴ്ച നടക്കുന്ന വനിതാ സംഗമത്തിൽ ചലച്ചിത്ര താരം അപർണ ബാലമുരളി മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ, പ്രിൻസിപ്പൽ CL ജോഷി, അധ്യാപകരായ M രശ്മി, ജിൽസി ജെയിംസ്, KG അലീന, ആതിര എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികം ആഘോഷിച്ചു. കാനാടിക്കടവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ലോക ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വെളിച്ചം എന്ന പരിപാടിയുടെ ഭാഗമായി സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 3, 7, 10 തീയതികളിൽ തൃശൂരിൽ നടക്കും. രാവിലെ 8-നും ഉച്ചയ്ക്ക് 12:30-നുമാണ് ക്യാമ്പ്. കാഴ്ചയെ കാർന്നു തിന്നുന്ന രോഗങ്ങൾക്കും ഗ്ലോക്കോമയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. ഹെൽത്ത് പ്രിവിലേജ് കാർഡ് എടുക്കുന്നവർക്ക് സൌജന്യ നേത്ര പരിശോധന, ഗ്ലോക്കോമ ടെസ്റ്റ്, ഗ്ലോക്കോമ ഉള്ളവർക്ക് ആവശ്യമായ ഗ്ലോക്കോമ സ്കാനിംഗ് എന്നിവ സൌജന്യമായി ചെയ്തു നൽകും. ശസ്ത്രക്രിയകൾക്കും കണ്ണടകൾക്കും 15% കിഴിവും നൽകും. കുന്നംകുളത്ത് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മന്നയുടെ 1000 ദിനാഘോഷം കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് സുബി ബാബു ഉദ്ഘാടനം ചെയ്തു. ശക്തൻ തമ്പുരാൻ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് മോഹനൻ നടോടി അധ്യക്ഷത വഹിച്ചു. KK സജീവ് കുമാർ, റെനി സുബ്രഹ്മണ്യൻ, രഘു പണിക്കർ, പ്രശാന്ത് മേനോൻ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ SNDP ക്ഷേത്രത്തിന് സമീപം ഓട്ടോറിക്ഷ മതിലിലിടിച്ച് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. കാരാഞ്ചിറ സ്വദേശി ബിനീഷിനാണ് പരിക്കേറ്റത്. പെയിന്റിംഗ് വർക്ക്ഷോപ്പിന്റെ മറവിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം ഓണച്ചമ്മാവ് സ്വദേശി ഈഴത്ര വീട്ടിൽ സജീഷാണ് പിടിയിലായത്. വീടിനോട് ചേർന്ന് നടത്തിയിരുന്ന പെയിന്റിംഗ് വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു മദ്യവിൽപ്പന. 9.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വർക്ക്ഷോപ്പിൽ നിന്നും കണ്ടെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,565 രൂപ, പവന് 1,24,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. കളക്ടർ അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി സമൂഹമാധ്യമങ്ങൾ. ടോൾ പിരിവ് വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നും വിമർശനം. ചികിത്സാ പിഴവ് മൂലം കണ്ണ് നഷ്ടപ്പെട്ട സനൂപിനെ ചികിത്സയ്ക്കായി കോവൈ അരവിന്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താൽക്കാലികമായി സനൂപിന് 2 കൃത്രിമ കണ്ണുകൾ വെച്ചു. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ കമലക്കട്ടി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യ നിക്ഷേപം രൂക്ഷമായതിനെ തുടർന്നാണ് കോടശ്ശേരി പഞ്ചായത്ത് അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വെങ്ങണിശ്ശേരിയിൽ തെങ്ങ് കയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്നും വീണ് മരിച്ചു. കല്ലൂരിൽ മരം മുറിക്കുന്നതിനിടെ വീണ് തൊഴിലാളിക്ക് ദാരുണമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.